ബസ്സിലെ തിരക്കൊഴിഞ്ഞു തുടങ്ങിയപ്പോൾ പിൻസീറ്റിലിരുന്ന് ഞാൻ ക്യാഷ് ബാലൻസ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇനിയും 6-7 സ്റ്റോപ്പ് കൂടി കഴിഞ്ഞാലേ ബസ് ഒതുക്കിയിടാൻ പറ്റുള്ളൂ. പെട്ടെന്നാണ് വാട്സപ്പിൽ നിന്നും തുരുതുരാ മെസ്സേജ് ടോൺ കേട്ടത്. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ആമിനയുടെ വോയിസ് നോട്ട്. ഇക്ക, നിങ്ങൾ എവിടെയാണ്? നേരം ഒത്തിരി ആയല്ലോ. ഇവിടെ നിങ്ങളുടെ പുന്നാര ഉമ്മിത്തു വാപ്പിച്ച് എപ്പോൾ വരുമെന്ന് ചോദിച്ച് കയറ് പൊട്ടിക്കുന്നുണ്ട്. എന്താ പെണ്ണെ, പതിവില്ലാതെ നിനക്കൊരു കൊഞ്ചൽ? ഉമ്മിത്തുവിനാണോ അതോ എൻ്റെ ആമിക്കാണോ എന്നെ കാണാൻ തിടുക്കം? കുസൃതി നിറച്ചുള്ള എൻ്റെ മറുപടി കണ്ടതും പെണ്ണൊന്ന് പരിഭവിച്ച പോലെ. ഞങ്ങളെ ഒറ്റയ്ക്കാക്കി കൂട്ടുകാരൻ്റെ നിക്കാഹെന്നും പറഞ്ഞ് 3-4 ദിവസം അടിച്ചു പൊളിക്കാൻ പോയത് ഇക്കയല്ലേ? നേരം വെളുത്തപ്പോൾ നാട്ടിലെത്തിയിട്ട് വീട്ടിലേക്കൊന്ന് എത്തി നോക്കാതെ സന്ധ്യ മയങ്ങിയപ്പോൾ പുന്നാര വാക്കും കൊണ്ട് വന്നേക്കുവാ. നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ എന്നെ കിട്ടൂല. കാര്യം ആമിക്ക് എന്നെ ജീവനാണെങ്കിലും ചില നേരത്തെ അവളുടെ കുറുമ്പുകൾ എന്നെ ദേഷ്യം പിടിപ്പിക്കാറുണ്ട്. ഞാനും ബഷീറും തമ്മിലുള്ള ആത്മബന്ധം നിനക്കറിയാവുന്നതല്ലേ? നിന്നെ മോളെ കൂടെ കൊണ്ടുപോകാൻ നിന്നപ്പോഴല്ലേ ഉമ്മയ്ക്ക് പെട്ടെന്നൊരു ശ്വാസം മുട്ടലും പനിയും വന്നത്. എന്നിട്ടും സുമി പറഞ്ഞതല്ലേ നമ്മൾ തിരിച്ചു വരുന്നത് വരെ അവൾ ഇവിടെ ഉമ്മയെ നോക്കി നിൽക്കാന്ന്. അപ്പോൾ നീ അത് സമ്മതിച്ചില്ല. പോരാത്തതിന് എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിടുകയും ചെയ്തു. ആമി വരാത്തതിൻ്റെ നിരാശ ഉള്ളിലൊതുക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഉമ്മച്ചി ഇവിടെ ഒറ്റയ്ക്കാക്കി പോയാൽ എനിക്കൊരു സമാധാനവും കിട്ടില്ലിക്ക. കാര്യം ഞാൻ മരുമോളൊക്കെ ആണെങ്കിലും എൻ്റെ സ്വന്തം ഉമ്മയെപ്പോലെ തന്നെയാണ് ഇവിടുത്തെ ഉമ്മച്ചിയും. രാവിലെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ ലേറ്റായി. പിന്നെ വണ്ടിയിൽ കിടന്ന യൂണിഫോമൊക്കെ വലിച്ചു കയറ്റി ഞാൻ വേഗം റെഡിയായി. ഉറക്കക്ഷീണമുള്ളത് കൊണ്ട് ഉണ്ണിയോട് വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ കണ്ടക്ടറായിട്ട് നിന്നു. അവളുടെ സങ്കടം മാറ്റാനെന്നോണം ഞാൻ പറഞ്ഞു, സോറി ഇക്ക, പെട്ടെന്ന് എന്തോ ഓർത്ത് പറഞ്ഞതാണ്. ചെറിയൊരു വിതുമ്പലോടെ അവൾ പറഞ്ഞു. അതൊക്കെ പോട്ടെ പെണ്ണെ, വിഷമമൊക്കെ മറന്ന് എൻ്റെ ആമയൊന്ന് ഫ്രഷ് ആയിക്കേ. 4-5 ദിവസമായി നിന്നെ ഒന്ന് കയ്യിൽ കിട്ടാത്തതിൻ്റെ പ്രശ്നം എനിക്കുമുണ്ട്. അടക്കാൻ പറ്റാത്തൊരു കൊതി മനസ്സിലിങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. നീ വേഗം മോളെ ഉറക്കി റെഡി ആയിട്ടിരിക്കേ. 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. എന്നിട്ട് വേണം നമുക്കൊരു. പാതി നിർത്തിയ എൻ്റെ വാക്കുകൾ അവളിലൊരു കുളിർമഴ പെയ്ച്ചതുപോലെ. അയ്യേ, ഈ ഇക്കാൻ്റെ ഒരു കാര്യം, ഞാൻ പോവുക. ആമി നാണം കൊണ്ട് നെറ്റും ഓഫാക്കി എങ്ങോട്ടോ പോയി. അതോടെ നേരിയൊരു മന്ദഹാസത്തോടെ ടിക്കറ്റ് കൊടുക്കാനായി സീറ്റിൽ നിന്നും ഞാൻ എഴുന്നേറ്റു. തൊട്ടടുത്ത സ്റ്റോപ്പിൽ നിന്ന് എല്ലാവരും കയറിയെന്ന് കണ്ടപ്പോൾ ബസ് ഞാൻ ബെല്ലടിച്ചു വിട്ടു. ബസ് മുന്നോട്ടെടുത്തപ്പോൾ പെട്ടെന്നൊരാൾ ഓടി വന്ന് ബസ്സിൽ ചാടിക്കയറിയതും പിടിവിട്ട് റോഡിലേക്ക് തെറിച്ചു വീണതും ഒരുമിച്ചായിരുന്നു. ഇത് കണ്ട യാത്രക്കാരുടെ നിലവിളി കേട്ടാണ് ഉണ്ണി ബസ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയത്. ഞാൻ ധൃതിയിൽ ബസ്സിൽ നിന്നും ചാടിയിറങ്ങി. നെഞ്ചിരിപ്പോടെ അയാളുടെ അടുത്തേക്ക് ചെന്നു. കമിഴ്ന്ന് കിടക്കുകയായിരുന്ന അയാളെ തട്ടി വിളിച്ചതും ചെറിയൊരു ഞെരക്കത്തോടെ അയാൾ മെല്ലെ എഴുന്നേക്കാൻ ശ്രമിച്ചു. ഇൻഷാ അല്ലാ, കുഴപ്പമൊന്നുമില്ല. ഇവനൊക്കെ കണ്ണും മൂക്കും ഇല്ലാതെയാണോ വണ്ടി ഓടിക്കുന്നത്? ഇവൻ്റെയൊക്കെ ബസ്സിൻ്റെ പെർമിറ്റ് ആദ്യം ക്യാൻസൽ ചെയ്യിക്കണം. ചുറ്റുമുള്ള ആളുകൾ ഓരോന്ന് പറഞ്ഞെന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഞാൻ അതൊക്കെ അവഗണിച്ചുകൊണ്ട് അയാളെ താങ്ങി പിടിച്ചുകൊണ്ട് ബസ്സിലെ പിന്നിലെ സീറ്റിലെത്തി. അപ്പോഴാണ് അയാളിൽ നിന്നും മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം അനുഭവപ്പെട്ടത്. പുള്ളിക്കാരൻ ഫുൾ ഫിറ്റാണ്. തൊട്ടടുത്തിരുന്ന ആൾ എന്നോട് പറഞ്ഞു, എവിടെയാണ് നിങ്ങൾക്ക് ഇറങ്ങേണ്ടത്? കുടിക്കാനായി ബോട്ടിൽ നീട്ടിക്കൊണ്ട് ഞാൻ അയാളോട് ചോദിച്ചു. എനിക്ക് കിഴക്കേക്കോട്ടയിൽ പോകണം. ഒട്ടും വ്യക്തതയില്ലാതെ അയാൾ പറഞ്ഞു. പടച്ചോനെ, പെട്ടല്ലോ, ഇത് അവിടുന്ന് പുറപ്പെടുന്ന ബസ്സാണ്. ഇനി എന്ത് ചെയ്യുമെന്നോർത്ത് ഞാൻ ആകെ വല്ലാത്തൊരു പ്രതിസന്ധിയിലായി. ഏറെ വൈകാതെ ഞാൻ മറ്റൊരു നടുക്കുന്ന സത്യം തിരിച്ചറിഞ്ഞു. അയാളുടെ കണ്ണുകൾക്കൊട്ടും കാഴ്ചശക്തിയില്ല. അത് കണ്ടപ്പോൾ പെട്ടെന്നെൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ജന്മന അന്ധനായിട്ടും ലോട്ടറി വിറ്റ് എന്നെയും ഉമ്മേനെയും സുമിയെയും പൊന്നുപോലെ നോക്കാൻ കഷ്ടപ്പെട്ട എൻ്റെ ഉപ്പയുടെ വാത്സല്യം നിറഞ്ഞ മുഖമാണ്. ഒരു ദീർഘനിശ്വാസത്തോടെ ഓർമ്മകളെ ഉള്ളിലൊതുക്കി ഞാൻ അയാളെ നോക്കി. ഒരുപാട് ആലോചനകൾക്ക് ശേഷമാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം തേടി ഞാൻ ഉണ്ണിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. കണ്ണു കാണാത്ത അങ്ങേരെന്തിനാ മൂക്കറ്റം കള്ള് വലിച്ചു കയറ്റിയത്? വണ്ടി ഒതുക്കാൻ പോകുമ്പോൾ ഓരോരോ മാരണങ്ങൾ കയറി വന്നോളും. നീ ഒരു കാര്യം ചെയ്യ്, തൊട്ടടുത്ത സ്റ്റോപ്പിൽ അങ്ങേരെ ഇറക്കി വിട്. എന്നിട്ട് നമുക്ക് നമ്മുടെ പാടിന് പോകാം. ആ ഏടിയെടുത്ത് മണ്ടയിൽ വെച്ചാൽ എൻ്റെ പൊന്നു മോനെ, നമുക്കിന്ന് വീടെത്തിപ്പറ്റാൻ കഴിയില്ല. അയാളെ കൈയൊഴിയാനുള്ള ഉണ്ണിയുടെ ആവേശം എനിക്കൊട്ടും ഇഷ്ടമായില്ല. അത്രത്തോളം കണ്ണിൽ ചോരയില്ലാത്തവനാകാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഇയാളെ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ആ ചിന്ത എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരെത്തും പിടിയുമില്ലാതെ നിന്നപ്പോഴാണ് ഒരു നിമിത്തം പോലെ ജോണിച്ചായൻ തൊട്ടടുത്ത സ്റ്റോപ്പിൽ നിന്നും കയറിയത്. ബസ്സിൽ ഞങ്ങൾക്ക് പകരം ഇടവേളകളിൽ കണ്ടക്ടറായി പോകുന്നത് ഇച്ചായനാണ്. നടന്നതൊക്കെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ പുള്ളിക്കാരനൊന്നും മറത്തു പറഞ്ഞില്ല. ഞാൻ ടിക്കറ്റ് ട്രാക്കും പൈസയും ഭദ്രമായി ഇച്ചായനെ ഏൽപ്പിച്ചുകൊണ്ട് അയാളെയും കൊണ്ട് ഞാൻ ആ സ്റ്റോപ്പിലിറങ്ങി. ഇയാളുടെ പേരോ വീടോ അഡ്രസ്സോ ഒന്നും എനിക്കറിയില്ല. പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാൽ അതിനേക്കാൾ വലിയ ഇടങ്ങേറാകും.
ആത്മകഥമെന്നോണം ഞാൻ പറഞ്ഞു. എവിടെ നിങ്ങളുടെ വീട്? എൻ്റെ ചോദ്യം കേട്ടതും നാവ് കുഴഞ്ഞുകൊണ്ട് അയാൾ എന്തൊക്കെയോ പറഞ്ഞു. ആ ശ്രമങ്ങളൊക്കെ വിഫലമായപ്പോൾ ഞാൻ അയാളുടെ പോക്കറ്റിൽ നിന്നും മെല്ലെ മൊബൈൽ എടുത്തു. ഹോ, ഭാഗ്യം, ലോക്ക് ചെയ്തിട്ടില്ല. കുറച്ചു മുൻപ് അയാളുടെ ഫോണിലേക്ക് വന്ന ലാസ്റ്റ് നമ്പറിലേക്ക് ഞാൻ ഡയൽ ചെയ്തു. അത് ഏതോ ഷോപ്പിലെ നമ്പർ ആയിരുന്നു. നിരാശയോടെ ഞാൻ വീണ്ടും അയാളുടെ ഫോൺ കോണ്ടാക്ട് ചെക്ക് ചെയ്തു. അയാളുടെ മകനെന്ന ഉറപ്പിൽ ഞാൻ എൻ്റെ ഫോണിൽ നിന്നും ഒരു നമ്പറിലേക്ക് വിളിച്ചു. ഏറെ നേരത്തെ റിങ്ങിന് ശേഷം മറുവശത്തു നിന്ന് ആരോ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാണ്? ആകാംക്ഷയോടെയായിരുന്നു അയാളുടെ ചോദ്യം. എൻ്റെ പേര് ഷഫീഖ്. നിങ്ങളുടെ അച്ഛൻ കുറച്ച് സുഖമില്ലാത്ത അവസ്ഥയിൽ എൻ്റെ ഒപ്പം നിൽക്കുകയാണ്. കാഴ്ചശക്തി ഇല്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് ഓട്ടോയിൽ കയറ്റി വിടാനും തോന്നുന്നില്ല. നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് തന്നിരുന്നുവെങ്കിൽ ഞാൻ ഇദ്ദേഹത്തെ അവിടെ എത്തിക്കാമായിരുന്നു. ഞാൻ പറയുന്നത് കേട്ട് ഒട്ടും ഉന്മേഷമില്ലാതെ അയാൾ വീടിൻ്റെ അഡ്രസ്സ് എന്നോട് പറഞ്ഞു. ഇവിടുന്ന് അയാളുടെ വീട്ടിലേക്ക് ഓട്ടോയിൽ ഏകദേശം 3/4 മണിക്കൂർ യാത്രയുണ്ട്. ഞാൻ വേഗം ഒരു ഓട്ടോ വിളിച്ച് അയാളെ അതിനുള്ളിലേക്ക് വലിച്ചു കയറ്റി. ഇടയ്ക്കെപ്പോഴോ ആമിയുടെ ഫോൺ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരുന്നു. അവൾ എന്നെയും കാത്ത് ഉറങ്ങാതെ ഇരിക്കുകയാകും. അതോർത്തപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. ഞാൻ വേഗം അവളെ തിരിച്ചു വിളിച്ചു. ആവേശത്തോടെയാണ് അവൾ ഫോൺ എടുത്തത്. ആമി, ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാനിച്ചിരി വൈകും. അതും പറഞ്ഞ് മറുപടി കാത്തു നിൽക്കാതെ ഞാൻ വേഗം കോൾ കട്ടാക്കി. ഓട്ടോ നല്ല സ്പീഡിൽ പോകുകയാണ്. രാത്രി വൈകുന്തോറും റോഡിലെ തിരക്ക് കുറഞ്ഞു വന്നു. ഇനിയും കുറച്ച് ദൂരം കൂടിയുണ്ട്. എൻ്റെ ക്ഷമ ചെറുതായി നശിച്ചു തുടങ്ങി. പെട്ടെന്നാണ് അയാൾ വലിയൊരു ശബ്ദത്തോടെ ഓട്ടോയിൽ ഛർദ്ദിച്ചത്. അതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ എൻ്റെ ഉടുപ്പിലും പാൻറ്റിലുമൊക്കെ പറ്റിപ്പിടിച്ചു. പക്ഷേ ആ ദുർഗന്ധം എനിക്ക് വളരെ അസഹനീയമായി തോന്നി. ഇത് കണ്ടതും ഓട്ടോ ഡ്രൈവർ വണ്ടി സൈഡാക്കി എന്നെ ഒന്ന് രൂക്ഷമായി നോക്കി. ചേട്ടാ, ഇത് ശരിയാകില്ല കേട്ടോ. ഓട്ടോ ഡ്രൈവർ അയാളെ നോക്കി ദേഷ്യത്തോടെ പല്ലുറുമിക്കൊണ്ട് പറഞ്ഞു. നാശം പിടിക്കാൻ കിളവൻ ഓട്ടോ മൊത്തം വാളും വെച്ച് നശിപ്പിച്ചു. സാർ എൻ്റെ ഓട്ടോ കഴുകി തന്നിട്ട് തിരിച്ചു പോയാൽ മതി. ഓട്ടോ ഡ്രൈവർ കലികൊണ്ട് തുള്ളുകയാണ്. എൻ്റെ പൊന്നനിയ, ഞാൻ എന്ത് വേണേലും ചെയ്യാം. ആദ്യം ഇയാളെ ഞാനൊന്ന് വീട്ടിൽ കൊണ്ടാകട്ടെ. നീ ഒന്ന് വണ്ടി എടുക്കടേ. കൈകൂപ്പിക്കൊണ്ട് ഞാൻ അവനോട് കെഞ്ചി പറഞ്ഞു. അതോടെ ദേഷ്യമൊന്നടങ്ങി അയാൾ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് സമയത്തിന് ശേഷം ഓട്ടോ വലിയൊരു 2 നില വീടിന് മുന്നിൽ നിന്നു. ഇതാണ് സാറേ വീട്? ഇത് തന്നെ ആകുമോ? സംശയത്തോടെ ഞാനൊരു നിമിഷം മടിച്ചു നിന്നെങ്കിലും ഞാൻ അയാളെയും കൊണ്ട് വീടിനുള്ളിലേക്ക് നടന്നു. ഞാൻ നിൽക്കണോ അതോ പോണോ? ഡ്രൈവറുടെ ചോദ്യം കേട്ടതും ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു. ഒരു 5 മിനിറ്റ് നീ വെയിറ്റ് ചെയ്യ്. ഞാൻ ഇയാളെ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് തിരികെ വരാം. എന്തും സഹിക്കാൻ സാറേ, പക്ഷേ ഈ നാറ്റവും സഹിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ, മൂക്കുപൊത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. അത് കേട്ട് വിളറിയ ചിരിയുമായി ഞാൻ അയാളെയും പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഗേറ്റ് തുറന്ന് ഞാൻ കോളിംഗ് ബെൽ അടിച്ചു. കുറച്ച് നിമിഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ആ കതക് ഞങ്ങളുടെ മുന്നിൽ മലർക്കെ തുറന്നു. എൻ്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആളെ ഞാൻ ശ്രദ്ധിച്ചു നോക്കി. എന്നേക്കാൾ കഷ്ടിച്ച് അയാൾക്കൊരു 3-4 വയസ്സ് കൂടുതലുണ്ടാകും. ഞാൻ ഷഫീഖ്, കുറച്ച് മുന്നേ വിളിച്ചില്ലേ? എൻ്റെ വാക്കുകൾ മുഴുവിപ്പിക്കും മുന്നേ ഞാൻ പറയുന്നതൊക്കെ തീർത്തും അവഗണിച്ചുകൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ആ മനുഷ്യനെ താങ്ങിപ്പിടിച്ച് അയാൾ സോഫയിലിരുത്തി. ആകെ ഛർദ്ദിച്ച് നാശമായിരിക്കുകയാണ്. കുളിപ്പിച്ച് എവിടെയെങ്കിലും ഇരുത്തുന്നതാകും നല്ലത്. ശബ്ദം താഴ്ത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു. അത് കേട്ടതും അരിശത്തോടെ, പൈലിച്ചേട്ടാ, അച്ഛനൊന്ന് തേച്ച് കുളിപ്പിച്ച് അകത്തേക്ക് കിടത്ത് എന്നയാൾ ആരോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. താങ്കൾ അയാളുടെ മകനാണോ? കുശലാന്വേഷണം പോലെ ഞാൻ ചോദിച്ചു. ഞാൻ ആരാണെങ്കിലും തനിക്കെന്താ? ഇതിനെയൊക്കെ ആ വഴിയിൽ കളഞ്ഞിട്ട് തനിക്ക് എങ്ങോട്ടെങ്കിലും പോയിക്കൂടെ? അയാളുടെ ചോദ്യം കേട്ട് ഞാൻ ഒന്ന് ഞെട്ടി. ഇയാൾ എന്തൊക്കെയാണോ പറയുന്നത്? ഒന്നുമില്ലേലും ഇത് തൻ്റെ അച്ഛനല്ലേ? സങ്കടത്തോടെ ഞാൻ ചോദിച്ചു. ഥൂ, അച്ഛൻ? ജനിച്ച അന്ന് തൊട്ട് ഞാൻ ഇയാളെ കാണുന്നത് ഇങ്ങനെയാണ്. അല്ലെങ്കിലും ചിലതൊക്കെ ചത്താലെ കുടുംബത്തിന് ഗതി പിടിക്കുകയുള്ളൂ. ആ വാക്കുകൾ കേട്ടതും എൻ്റെ ഉള്ളംകാല് പെരുത്ത് കയറി. വർഷങ്ങൾക്ക് മുൻപ് സുമിയുടെ നിക്കാഹിൻ്റെ പിറ്റേന്ന് ചൂട് ബിരിയാണി ബീഫും രുചിയോടെ അകത്താക്കുന്നതിനിടയിൽ സുലൈമാനിക്കാൻ്റെ വായിൽ നിന്നാണ് ഞാൻ ഇതുപോലൊരു സംസാരം ആദ്യമായി കേട്ടത്. ആ പൊട്ടക്കണ്ണൻ ചത്തതോടെ കുടുംബം രക്ഷപ്പെട്ടു. ഇത് കേട്ടതും മുന്നും പിന്നും ഒന്നും നോക്കാതെ ഞാൻ അയാളുടെ ചികിട്ടത്ത് ഒരെണ്ണം ആഞ്ഞു പൊട്ടിച്ചു. തൊട്ടടുത്തിരുന്ന അയാളുടെ മരുമകൻ ഇത് കണ്ട് അരിശമുത്ത് ചാടി എഴുന്നേറ്റ്, എന്താടാ ഷെരീഫേ, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? മാമ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അവൻ്റെ ചോദ്യം കേട്ടതും എൻ്റെ ദേഷ്യം ഇരട്ടിച്ചു. നിന്റെ മാമായ്ക്കാനടാ മുഴുവട്ട്. എല്ലാത്തിനും നാക്കം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ ആളും പരിസരവും ഏതെന്ന് ബോധം വേണം. നീയൊക്കെ വിളിച്ചു പറയുന്നത് ശരിയാണ്. എൻ്റെ വാപ്പാൻ്റെ നഷ്ടപരിഹാരം കൊണ്ടാണ് ഞാൻ എൻ്റെ പെങ്ങളുടെ നിക്കാഹ് നടത്തുന്നത്. അതിനു മുന്നേ നീയൊക്കെ ഒരു കാര്യം ഓർക്കണം. അതെൻ്റെ വാപ്പാൻ്റെ ജീവൻ്റെ വിലയാണെന്ന്.
സ്വന്തം കുടുംബത്തിന് തന്നെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകട്ടെ എന്ന് കരുതി ആ പാവം ജീവനൊടുക്കിയതാണോ അതോ ആക്സിഡൻ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഞാൻ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ചില രാത്രികളിൽ അത് ഓർത്തിട്ട് എനിക്ക് ഉറക്കം പോലും വരാറില്ല. ജീവൻ പൊലിയുന്നതുവരെ ഉപ്പാൻ്റെ മനസ്സിൽ ഞങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരുന്നത്. ആ മനുഷ്യനെ പറ്റിയാണ് നീയൊക്കെ മനസാക്ഷിയില്ലാണ്ട് ഓരോന്ന് വിളിച്ചു പറയുന്നത്. വാക്കുകൾ ഇടറി ദുഃഖഭാരത്തോടെ തിരിഞ്ഞു നടക്കുമ്പോൾ കുറച്ചകലെ മാറി നിന്ന് ഉമ്മ കണ്ണീർ വാർക്കുന്നുണ്ടായിരുന്നു. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ ഞാൻ തരിച്ചു നിന്ന നിമിഷം. താനെന്താ മിഴിച്ചു നിൽക്കുന്നത്? പെട്ടെന്നായിരുന്നു അയാളുടെ മകൻ്റെ ചോദ്യം. പുച്ഛം കലർന്ന ഭാവത്തിൽ ഞാൻ അയാളെ നോക്കി ചിരിച്ചു. എന്നിട്ട് തുടർന്നു. ഞാനൊരു നിമിഷം എൻ്റെ ഉപ്പയുടെ സ്നേഹം ഓർക്കുകയായിരുന്നു. ഓരോ നിമിഷവും ആ വീർപ്പാടിൻ്റെ അളവ് ഞാൻ അറിയുന്നുണ്ട്. തനിക്കെൻ്റെ അച്ഛൻ്റെ കഥ കേൾക്കണ്ടേ? മുഴുവൻ കേട്ട് കഴിയുമ്പോൾ സ്നേഹം കിട്ടാതെ അനാഥത്വത്തിൽ എന്നോണം ഉഴറുന്ന മറ്റു ചില ജീവിതങ്ങളും ഈ ഭൂമിയിലുണ്ടെന്ന് തനിക്ക് മനസ്സിലാകും. എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ ഞങ്ങളെ വിട്ട് എങ്ങോട്ടോ പോയത്. ഏറെ തിരഞ്ഞിട്ടും അവരിപ്പോഴും ജീവനോടെ ഉണ്ടോ അതോ മരിച്ചുപോയോ എന്ന് പോലും എനിക്ക് നിശ്ചയമില്ല. അന്ന് എൻ്റെ അനിയത്തിക്ക് 6 വയസ്സ്. അവരുടെ തോരാത്ത കണ്ണുനീര് കണ്ട ഞാൻ ആ സ്ത്രീയെ ഓരോ നിമിഷവും വെറുത്തുപോയി. പക്ഷെ കാലങ്ങൾ പിന്നിട്ടപ്പോഴാണ് എൻ്റെ അമ്മ എത്ര ശരിയായിരുന്നു എന്ന് ഞാൻ അറിയുന്നത്. അയാൾ പറയുന്നതൊക്കെ ശ്വാസമടക്കി ഞാൻ കേട്ടുകൊണ്ട് നിന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്നു ഞാനും എൻ്റെ അനിയത്തിയും. സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല. എന്നിട്ടും അച്ഛനിങ്ങനെ കുടിച്ച് ജീവിതം നശിപ്പിക്കുന്നത് എന്തിനാണെന്ന് മാത്രം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നിട്ടും ഞാനും അവളും ഞങ്ങളുടേതായ ലോകത്ത് സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഏറെ പ്രതീക്ഷകളോടെ ആയിരുന്നു 5 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അനിയത്തിയുടെ വിവാഹപ്പന്തൽ ഈ മുറ്റത്തൊരുങ്ങിയത്. അച്ഛനോട് ആ ദിവസമെങ്കിലും കുടിക്കരുതെന്ന ഒറ്റ പ്രാർത്ഥനയെ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ആവശ്യപ്പെട്ടത് അതൊന്നു മാത്രമായിരിക്കാം. എന്നിട്ടും അയാളത് കേട്ടില്ല. മൂക്കറ്റം മദ്യപിച്ച് വന്ന് ആ വിവാഹം അച്ഛൻ അലമ്പാക്കി. അതോടെ അവരുടെ എല്ലാ സ്വപ്നങ്ങളും അസ്തമിച്ചു. വിവാഹം മുടങ്ങിയതോടെ അവൾ കടുത്ത ഡിപ്രഷനിലേക്ക് പോയി. 2 വർഷത്തോളം സ്നേഹിച്ചവരായിരുന്നു അവളും ആ പയ്യനും. അതൊക്കെ ഓർത്തപ്പോൾ അവൾ മാനസികമായി വല്ലാതെ തളർന്നു. പിന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്താണ് അവളുടെ രോഗം പൂർണ്ണമായും മാറിയത്. എൻ്റെ സ്നേഹപൂർവമായ നിർബന്ധം കൊണ്ടാണ് അവൾ തിരികെ ജീവിതത്തിലേക്ക് വന്നത്. കഴിഞ്ഞ മാസം കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ അവൾക്ക് വേണ്ടി ഒരു പ്രപ്പോസലായിട്ട് വന്നു. ഒടുവിൽ അമ്പലത്തിൽ വെച്ചൊരു ചെറിയ താലിക്കെട്ട് ചടങ്ങ് നടത്തി ഞാൻ അവളെ സന്തോഷത്തോടെ യാത്രയാക്കി. എൻ്റെ അച്ഛനെന്ന് പറയുന്ന മനുഷ്യൻ അവൾ എവിടെ പോയി എന്നൊരു വാക്ക് ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല. ഒരു പക്ഷേ അവരുടെ അഭാവം പോലും എൻ്റെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാകില്ല. നിങ്ങൾക്കറിയുമോ, പഠിപ്പും ജോലിയും ഒക്കെ ഉണ്ടായിട്ടും വിവാഹം എന്നത് എനിക്ക് ഇന്നും ഒരു പാഴ്ക്കിനാവ് മാത്രമാണ്. കുടിച്ചും വഴിനീളെ ഛർദ്ദിച്ച് നടക്കുന്ന ഒരാളുടെ വീട്ടിലേക്ക് സ്വന്തം മകളെ അയക്കില്ലെന്ന് അച്ഛനമ്മമാർ പറയുമ്പോൾ എനിക്കവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല. അച്ഛനെ വിട്ട് എങ്ങോട്ടെങ്കിലും പോകാനും തോന്നുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ജീവൻ നൽകിയ എൻ്റെ അച്ഛനല്ലേ. ഈ കഥകളൊക്കെ ഷഫീഖിനൊരു പക്ഷേ അവിശ്വസനീയമായിരിക്കും. എടോ, ജന്മം നൽകിയവരുടെ സ്നേഹം ആവോളം നുകരാനും വേണം ഒരു യോഗമൊക്കെ. ഇനി അതൊക്കെ ഓർത്തിട്ട് മുറിഞ്ഞുപോയ വാക്കുകളിലുണ്ടായിരുന്നു അയാൾക്ക് ജീവിതത്തോടുള്ള നിരാശയും വ്യഥയുമെല്ലാം. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അടക്കാൻ കഴിയാത്തൊരു ദുഃഖം ആ മനസ്സിനുള്ളിലേക്ക് അലയടിച്ചെത്തുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത നിമിഷം ഞാൻ അയാളെ ആശ്വസിപ്പിക്കാൻ എന്നോണം സ്നേഹത്തോടെയൊന്ന് ആശ്ലേഷിച്ചു. 1-2 മിനിറ്റുകൾക്ക് ശേഷം ചെറിയൊരു നിശ്വാസത്തോടെ അയാളിൽ നിന്നും വേർപെട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ എൻ്റെ മനസ്സാകെ ശൂന്യമായിരുന്നു. എല്ലാ മക്കളും എന്നെപ്പോലെ ഭാഗ്യം കിട്ടിയവരല്ല എന്ന തിരിച്ചറിവോടെ ഞാൻ ആ വീടിൻ്റെ പടികൾ ഇറങ്ങുമ്പോൾ കാത്തിരിപ്പിൻ്റെ ദൂരം എണ്ണിയിരിക്കുന്ന സ്നേഹത്തിൻ്റെ 3 മുഖങ്ങൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു വന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.